2023 ഒക്ടോബർ 7 ലോകം നോക്കി നിൽക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ഇന്റലിജൻസ് സംവിധാനവുമുള്ള രാജ്യത്തിനുമേൽ അബാബിൽ പക്ഷികളെ പോലെ അവർ പറന്നുയരുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് ലോകത്തെ ഞെട്ടിച്ച യുദ്ധം. ലോകശക്തികൾക്ക് മേൽ അവരുടെ അഹങ്കാരത്തിന് മേൽ തലങ്ങും വിലങ്ങും പൊട്ടിച്ച് ആ ചെറുകൂട്ടം അവർക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ അവസരം പോലും നൽകാതെ അവരുടെ ആളുകളെ റാഞ്ചി എടുക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധങ്ങൾക്കിടയിൽ നിന്നും എങ്ങനെ ഈ ചെറു സംഘം അത്രമേൽ ശക്തരായി എന്ന് ഇപ്പോഴും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്നും 1.5 വർഷത്തോളം ഇസ്രായേൽ എന്ന അതിശക്ത രാജ്യവും അവരുടെ സൈന്യവും കിണഞ്ഞു ശ്രമിച്ചിട്ടും സാധാരണക്കാരായ 1.5 ലക്ഷത്തിലേറെ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഈ ചെറുസഖ്യത്തിന്റെ രോമത്തെ പോലും തൊടാൻ സാധിച്ചിട്ടില്ല എന്നത് ഇപ്പോഴും ലോകത്തെ അതിശയിപ്പിക്കുകയാണ്. ഇപ്പോഴിതാ സൈന്യത്തിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും പൂർണ്ണ പരാജയമായിരുന്ന ഒക്ടോബർ 7 ഹമാസിന്റെ മിന്നലാക്രമണം എന്ന് തുറന്നടിക്കുന്ന ഇസ്രായേൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ലോകം മുഴുവൻ വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്തു. സൈന്യം നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളുടെ രേഖകളാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ഇസ്രായേൽ സൈനിക താവളം പൂർണ്ണമായി തകർന്നിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ സൈന്യത്തിന്റെ ശേഷി ചോദ്യം ചെയ്യുന്നതാണ് റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. സൈനിക കേന്ദ്രത്തിനുള്ളിലെ ഓരോ സംവിധാനങ്ങളും ആക്രമണം നടത്തിയ ഹമാസ് അംഗങ്ങൾ നേരത്തെ കൃത്യമായി തന്നെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഹമാസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ശേഷി ആക്കമിട്ട് പറയുന്ന റിപ്പോർട്ട് ജെറുസലേം പോസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നഹാൽ സൈനിക ക്യാമ്പിലെ മിക്ക യൂണിറ്റുകളും സബ് യൂണിറ്റുകളും ഹമാസ് തകർത്തുവെന്നും 53 സൈനികരെ കൊലപ്പെടുത്തിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. താവളത്തിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവരിൽ കൂടുതലും വനിതാ സൈനികരായിരുന്നു എന്നുള്ളതും വസ്തുത. 16 വനിതാ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈയിടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത്. ഹമാസ് മിന്നലാക്രമണം തുടങ്ങിയതോടെ സൈനികർ പേടിച്ചോടിയതും അതാണ് യൂണിറ്റുകൾ തകർക്കാൻ ഹമാസിന് എളുപ്പമായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത വനിതാ സൈനികരെയാണ് ഈയിടെ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഹമാസ് മോചിപ്പിച്ചിരുന്നത്. ഇത്രയും വലിയ ആക്രമണം നടത്താൻ ഹമാസിന് ഒരു ചാറിന്റെ സഹായം പോലും വേണ്ടി വന്നില്ല എന്നത് നമ്മളെ ഞെട്ടിക്കുകയാണ്. ആക്രമണത്തിന് സൈന്യത്തിൽ നിന്നും സഹായം ലഭിച്ചതോടെയാണെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി അത് തുടരുകയാണ്. ഇപ്പോഴും സൈനിക താവളത്തിന്റെ മാതൃക സൃഷ്ടിച്ചാണ് ആക്രമണം ഹമാസ് പദ്ധതിയിട്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. ഗാസയിൽ അധിനിവേശം ചെയ്യുമ്പോൾ ഹമാസ് കേന്ദ്രങ്ങളിൽ ലഭിച്ച വസ്തുക്കൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം പുറത്തു വരുന്നത്. സൈനിക ക്യാമ്പിനുള്ളിലെ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും വിവരം ലഭിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ സൈന്യത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എവിടെയെല്ലാമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്, ജനറേറ്റർ എവിടെ, സുരക്ഷിതരായി ഒളിക്കാനുള്ള മുറികൾ എവിടെ, പെട്രോളിംഗ് സംഘത്തിന്റെ നീക്കം, ബേസ് ക്യാമാൻ എവിടെ, കമ്പനി കമാൻഡർ എവിടെയാണ് ഉറങ്ങിയത്, കോർഡിനേഷൻ സിറ്റുവേഷൻ, മുറി എവിടെ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അവർ മനസ്സിലാക്കിയിരുന്നു എന്നതും മറ്റൊരു വസ്തുത. അതിനാൽ ഇവർ ഇതെല്ലാം ആസൂത്രണത്തോടെ തകർക്കുകയായിരുന്നു. ക്യാമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് സൈനിക ആസ്ഥാനത്ത് നിന്ന് പോലും നിരീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ 6:30-നും 7:05-നും ഇടയിൽ സൈനിക ക്യാമ്പിൽ 65 റോക്കറ്റുകളാണ് പതിച്ചത്. 9 മണിയോടെ 65 അംഗ സംഘവും പിന്നീട് 50 അംഗ സംഘവും 10 മണിയോടെ 100 അംഗ സംഘവും ക്യാമ്പിൽ ആക്രമിക്കാനെത്തി. 215 പേരാണ് ക്യാമ്പ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ സമയം ആകെ 171 സൈനികരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. ഇതിൽ 81 പേർ ട്രെയിനികളായിരുന്നു. 90 പേർക്ക് ആയുധങ്ങളുണ്ടായിരുന്നുള്ളൂ. സൈനികർ ഹമാസിന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിയെന്നും റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും.